ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുമ്പോൾ എത്രത്തോളം ക്രിസ്പിനെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി, ബോൺ അപ്പറ്റിറ്റ് ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് മാഡ് ആംഗിൾസ് അല്ലെങ്കിൽ നാച്ചോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന മാഡ് ആംഗിൾസിൻ്റെ ബിങ്കോ മാഡ് ആംഗിൾസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി കൊണ്ട് മാത്രമാണ്, അരിപ്പൊടി ഉപ്പും മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറൊരു ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ്, പിന്നെ മസാലകൾ അവസാനം ചേർക്കാനുണ്ട്. അതല്ലാതെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ അരിപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബിങ്കോ മാഡ് ആംഗിൾസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഏപ്രിൽ സീസൺ, അതായത് IPL സീസണിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പൈസ നേടാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 1xBet എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിന് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കയറി നോക്കുക, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതേപോലെ ഞാൻ ഒരു പ്രൊമോ കോഡും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊമോ കോഡ് യൂസ് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ബിങ്കോ മാഡ് ആംഗിൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനാണ്. അതിനുശേഷം 1 കപ്പോളം അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1 കപ്പോളം വെള്ളത്തിന് 1 കപ്പ് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ ഒരു വെള്ളവും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് കുഴമ്പ് പോലത്തെ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടി പറ്റാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് അടി പിടിക്കാത്തത്. ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു തടിയിലോട്ട് എടുത്ത് മാറ്റാം ഈ ഒരു സംഭവം. അതായത് ആ ഒരു മാവിൻ്റെ മേളിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് പയ്യെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കൈവച്ച് കുഴയ്ക്കാൻ നേരത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ഒരു മാവ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കൈവച്ച് കുഴയ്ക്കാവൂ, അല്ലെങ്കിൽ പൊള്ളിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗൾ പോലെ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കത് ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത്രയും വേണ്ട, അതിൻ്റെ പകുതി മതി നമുക്ക്. അപ്പോൾ പകുതി മാവ് എടുത്തിട്ട് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തതിന് ശേഷം കൈ വെച്ച് ആ ഒരു കൈയുടെ പത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി പലക വെച്ചിട്ട് പയ്യെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു തടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ചധികം അരിപ്പൊടി ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആ ഒരു അരിപ്പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ തടി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് നമുക്ക് 4 സൈഡിൽ ഒന്ന് മുറിച്ച് കളയാം. അതായത് ഞാനിവിടെ നന്നായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു കനത്തിൽ വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ പൊങ്ങി വരും എണ്ണയിലിട്ട് കഴിയുമ്പം. അപ്പം 4 സൈഡ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കത്തി വെച്ചിട്ട് നീളത്തിലൊരു വരയിട്ട് കൊടുക്കുക. അതായത് ഞാനിവിടെ ഒരു 3-4 വരയിടുന്നുണ്ട്. ഈ ഒരു കനത്തിലും ഈ ഒരു ഷേപ്പിലും ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 4 സൈഡിലും വരയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ, അപ്പോൾ ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മാഡ് ആംഗിൾസിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ബിങ്കോ മാഡ് ആംഗിൾസിൻ്റെ അല്ലെങ്കിൽ ഒരു നാച്ചോസിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ ചൂടാക്കുമ്പം ബബിൾസ് വരാതെ, അതായത് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സ്പോർക്ക് വെച്ചിട്ട് 2-3 കുത്തി കൊടുത്താൽ മതി അതിനകത്തോട്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും ഒന്ന് കുത്തി വെച്ചതിന് ശേഷം നമുക്കിനി വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ മാഡ് ആംഗിൾസ് ആയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലിട്ട് ഇങ്ങനെ തിളച്ച് വരുവാണ് നമ്മുടെ എല്ലാ ബിങ്കോ മാഡ് ആംഗിൾസും. അതിനുശേഷം ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കോരി വെച്ചിട്ടോ നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം, അപ്പുറത്ത് മറിച്ചിടാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഈ ഒരു കളർ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒന്ന് കോരി മാറ്റാം. അത് അവസാനത്തെ നാച്ചോസും നമ്മളിവിടെ കോരി എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സാധനം റെഡിയായി. പിന്നെ മസാലയ്ക്കായിട്ട് ഞാനിവിടെ ഇച്ചിരി ഉപ്പ് എടുക്കുന്നുണ്ട്. ആവശ്യത്തിനായിട്ട് ഉപ്പ് എടുക്കുക, ഇന്ന അളവെന്നൊന്നുമില്ല. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷണൽ സാധനമാണ് ചാറ്റ് മസാല ചേർത്ത് കഴിഞ്ഞാൽ അറിയാലോ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചാറ്റ് മസാലയും കൂടെ ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട, അങ്ങനെ ആ ഒരു നമ്മുടെ നാച്ചോസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിങ്കോ മാഡ് ആംഗിൾസിൻ്റെ റെസിപ്പി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ നമ്മുടെ ബിങ്കോ മാഡ് ആംഗിൾസ് റെസിപ്പി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വെറും അരിപ്പൊടി കൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയത്, അത് വേറെ കാര്യം. കറക്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബിങ്കോ മാഡ് ആംഗിൾസ് ടേസ്റ്റ് ചെയ്യാൻ സമയമായി. നമ്മൾ ആഡ് ചെയ്ത മസാല എന്ന് പറയുന്നത് ഉപ്പ്, മുളക് പൊടി, പിന്നെ ചാറ്റ് മസാലയും കൂടെ. ചാറ്റ് മസാല ഓപ്ഷനിലാണ്. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുമ്പോൾ എത്രത്തോളം ക്രിസ്പിനെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ തിന്ന് നോക്കാൻ പോവാണ്. അടിപൊളി. ആ അരിപ്പൊടിയുടെ ചെറിയൊരു ടേസ്റ്റ് എടുത്ത് അറിയാണ്ട്, പിന്നെ ചാറ്റ് മസാലയും മുളക് പൊടിയും കൂടെ ചേർത്തുകൊണ്ട്
അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്രിസ്പിനാണ്, കടിക്കാനായിട്ട് നല്ല ക്രിസ്പാണ്. അതാ നമ്മൾ അടിപൊളിയാണ്. എണ്ണയിലിട്ട് അടിപൊളിയായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ വെറും അരിപ്പൊടി കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് മിങ്കോ മാഡ് ആംഗിൾസ് റെസിപ്പി ട്രൈ ചെയ്തത് വീട്ടിൽ. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടപ്പുറത്താണെന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.